എം വിൻസെന്റ് എം എൽ എ പാർട്ടി പദവികളിൽ നിന്ന് മാറ്റിയത് കുറ്റസമ്മതത്തിന് തുല്യമായില്ലേ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എന്തുകൊണ്ടാണ് എം വിൻസെന്റ് എം എൽ എ പാർട്ടിയിലെ പദവിയിൽ നിന്ന് മാത്രം മാറ്റുവാൻ കോൺഗ്രസ് തീരുമാനമെടുത്തത്? അല്ല, കോൺഗ്രസിന്റെ എം എൽ എ ആയ ശ്രീ വിൻസെന്റിനെതിരെ ഒരു സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ കാത്തിരിക്കാനാവാത്തത് കൊണ്ടാണ് ഇപ്പൊ തൽക്കാലം അദ്ദേഹത്തെ പാർട്ടി നടപടികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയിട്ടുള്ളത്. പക്ഷേ വിൻസെന്റ് പാർട്ടിയോട് പറഞ്ഞത് സ്ത്രീ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് ഏത് അന്വേഷണം നേരിടാനും തയ്യാറാണ്, അത് താൻ കുറ്റക്കാരനല്ല, ഈ അന്വേഷണത്തിൽ കുറ്റവിമുക്തനാണെന്ന് ബോധ്യമുണ്ട് അദ്ദേഹത്തിന്, മാത്രമല്ല എല്ലാ അന്വേഷണത്തെയും നേരിട്ട് തിരിച്ചു വരുമെന്നാണ്. പാർട്ടിക്ക് ഇത് ബോധ്യമായില്ലേ? നമ്മുടെ രാജ്യം നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ്. അപ്പൊ സ്വാഭാവികമായി നിയമപരമായ ചില നടപടികൾ എടുത്താൽ ആ നടപടികളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇവിടെ ശ്രീ വിൻസെന്റ് കുറ്റം ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം ആരോപണ വിധേയനാണ്. അപ്പൊ നാളെ കോടതിയിലാണ് അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഏത് അന്വേഷണത്തെയും നേടാൻ അദ്ദേഹം തയ്യാറാണെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥ അതിനനുവദിക്കുന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി ഇത്രയും നടപടികൾ കേരളത്തിലെ പോലീസ് എടുത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ഇപ്പൊ തിങ്കളാഴ്ച ജാമ്യം മൂവ് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹം നിരത്തുന്ന വാദഗതികൾ, അതിനെതിരായി ഗവൺമെന്റ് നിരത്തുന്ന വാദഗതികൾ, ആ ജാമ്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയുടെ കമന്റുകൾ, ഇതൊക്കെ ഞാൻ പറഞ്ഞത്. പക്ഷേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് വിൻസെന്റിനെ കേസിൽ കുടുക്കിയത് എന്നാണല്ലോ KPCCയുടെ വാദം. വിൻസെന്റിന്റെ ഈ വാദം KPCC അംഗീകരിച്ചിരിക്കുകയാണ്. അതിനിടെയാണ് അദ്ദേഹത്തെ പാർട്ടി പദവിയിൽ നിന്നും മാറ്റി നിർത്തിയത്. ഇനി അന്വേഷണം നടക്കുന്ന സമയത്ത് പദവിയിൽ വേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ, അതുകൊണ്ടാണ് മാറ്റിയത് എങ്കിൽ എന്തുകൊണ്ട് എം എൽ എ സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരുവാൻ സാധിക്കുന്നു? അങ്ങനെ ഒരു നിർദ്ദേശം, MLA സ്ഥാനം രാജിവെക്കാനുള്ള നിർദ്ദേശം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ കേസിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. മാത്രമല്ല അവരുടെ കുടുംബം പറയുന്നു ഇതിനകത്തൊരു കോൺസ്പിറസി നടത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ആരോപണ വിധേയനായ സ്ഥിതിക്ക് തൽക്കാലം അദ്ദേഹത്തെ പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുന്നത് ശരിയല്ലെന്ന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ പാർട്ടിയുടെ പദവിയിൽ നിന്ന് ഒഴിവാക്കിയത്. അല്ലാതെ അദ്ദേഹം കുറ്റം ചെയ്തു എന്ന ബോധ്യം കൊണ്ടല്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്ന് MM ഹസൻ പറയുകയുണ്ടായി വാർത്താ സമ്മേളനത്തിൽ, പാർട്ടി പദവിയിൽ നിന്നും എം വിൻസെന്റിനെ മാറ്റുന്നു, അതോടൊപ്പം തന്നെ പാർട്ടി അദ്ദേഹത്തെ പ്രതിരോധിച്ചുകൊണ്ട് വിൻസെന്റിന്റെ അറസ്റ്റ് അസാധാരണമായ നടപടിയാണ് എന്ന്. മുൻപ് ജനപ്രതിനിധികൾക്കെതിരെയാണെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പോലും പരാതി ഉന്നയിച്ചവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. വിൻസെന്റിന്റെ അറസ്റ്റ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അതാണ് റേപ്പ് FIRൽ ഉൾപ്പെടുത്തിയത്. പരാതി കൊടുത്ത സ്ത്രീയുടെ സഹോദരൻ CPM നേതാവാണ്. നെയ്യാറ്റിൻകര MLAയുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചനയെന്ന്. എന്താണ് നെയ്യാറ്റിൻകര MLA വിൻസെന്റിനെതിരെ നടത്തിയ ഗൂഢാലോചന? അല്ല, ഈ ഗൂഢാലോചന ആരും മൈക്ക് വെച്ചെടുത്ത് പ്രസംഗിച്ചുകൊണ്ടല്ലോ നടത്തുന്നത്. ഗൂഢാലോചന എന്ന വാക്കിൽ തന്നെ ഗൂഢമായ ആലോചനയാണ്. അപ്പൊ ഗൂഢമായ ഒരു ആലോചനയ്ക്ക് ഒരിക്കലും ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടാകത്തില്ല. അപ്പൊ അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനകത്തൊരു കോൺസ്പിറസി നടന്നിട്ടുണ്ടെങ്കിൽ ആരാണ് നടത്തിയത്, അതൊക്കെ നാളെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട വിഷയമാണ്. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാര്യം പറഞ്ഞാൽ, ഇവിടെ ഇപ്പോ സമാനമായ ഒരുപാട് സംഭവവികാസങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവവികാസങ്ങളിൽ കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ചു വന്നൊരു നിലപാടുണ്ട്. ആ നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ വിൻസെന്റിനെ ഈ സ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ പുറത്താക്കിയിട്ടുള്ളത്. അത് പിന്നെ നാളെ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അല്ലെങ്കിൽ കോൺസ്പിറസി ഉണ്ടെന്നൊക്കെ ബോധ്യമാകുന്നതിന്റെ വെളിച്ചത്തിൽ മറ്റ് കാര്യങ്ങളിലേക്ക് പാർട്ടി കടക്കുന്ന. അല്ല, അത് കോൺഗ്രസ് പ്രത്യേകം അനുവർത്തിച്ചു വരുന്ന രീതിയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഈ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട്, ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങൾ എന്ന് ഹസൻ പറഞ്ഞു, ഇതിനു മുൻപ് ഇങ്ങനെ ആരോപണ വിധേയരായവർ, സ്ത്രീപീഡന കേസുകളിൽ ആരോപണ വിധേയരായിട്ടുള്ളവർ, പ്രതികളായിട്ടുള്ളവർ
MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്ന്. ആ കീഴ്വഴക്കം എന്തായാലും ലംഘിക്കുവാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ലല്ലോ. കോൺഗ്രസ് അങ്ങനെ പ്രത്യേകമായി അനുവർത്തിച്ചു വരുന്ന ഒന്നുമില്ല ഇതിനകത്ത്. ഈ പാർട്ടി പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നതിലൂടെ അങ്ങനെ എന്തെങ്കിലും കാര്യം കോൺഗ്രസ് പ്രത്യേകമായി ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. അല്ല, നമ്മൾ കേരളത്തിന്റെ പൊതുജന സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ. ഇവിടെ നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി അന്നത്തെ ഒരു മന്ത്രിക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസ് കൊടുത്തത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി രാജിവെച്ചതല്ലാതെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ MLA അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ കോടതി ഹാജരാക്കിയോ, നിയമപരമായ നടപടികൾ സ്വീകരിച്ചു. രണ്ടാമത് നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോഴല്ലേ PJ ജോസഫ് എന്ന മന്ത്രിയുടെ വിമാന വിവാദം ഉണ്ടായത്. ഈ ഗവൺമെന്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോ, നിയമപരമായി കോടതിയിൽ ഹാജരാക്കിയോ, റിമാൻഡ് ചെയ്യിച്ചോ, എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? മൂന്നാമത് ജോസ് തെറ്റീശന്റെ ദൃശ്യങ്ങളടങ്ങിയ കാര്യങ്ങളും ആ പെൺകുട്ടിയുടെ പരാതി നമ്മൾ കണ്ടു. എന്ത് ചെയ്തു അദ്ദേഹത്തെ? അദ്ദേഹം 10-15 ദിവസം ഒളിവിൽ പോയല്ലോ. എന്ത് ചെയ്തു? ഈ ഗവൺമെന്റ് ഒളിവിൽ പോകാൻ സൗകര്യം ചെയ്തു കൊടുത്തല്ലേ? ആരാണ് ഭരിച്ചിരുന്നത്? അതെന്ന് കെ മുരളീധരൻ പറയുകയുണ്ടായി. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ റിമാൻഡ് ചെയ്യിപ്പിച്ചോ? ഒന്നും ചെയ്തില്ലോ. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾക്ക് ഒരു ന്യായവും പ്രതിപക്ഷത്തിന് മറ്റൊരു ന്യായവും അത് ശരിയല്ല. ഒരു ത്രാസിൽ ഒരിക്കലും രണ്ട് കച്ചവടം നടത്താൻ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇക്കാര്യം ഇന്ന് ശ്രീ കെ മുരളീധരൻ വിൻസെന്റ് MLA ജയിലിൽ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴും ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിന് നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഇതെല്ലാം ചെയ്യുന്നു എന്ന ടോണായിരുന്നു. അങ്ങനെയാണോ വേണ്ടത്? ഇക്കാര്യം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ഇന്നലെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. മഞ്ജുഷേ, നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയെ കുറിച്ച് അയാൾ ജീവിച്ചിരിപ്പോൾ അയാളോട് ചോദിച്ചാൽ അയാൾ അതിന് ഉത്തരം തരും. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. അതേസമയം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. എനിക്ക് സ്വന്തമായ അഭിപ്രായം ഇക്കാര്യത്തിലുണ്ട്, ശക്തമായ അഭിപ്രായം എനിക്ക് ഉണ്ട്. ഞങ്ങൾ ചൊവ്വാഴ്ച പാർട്ടിയുടെ യോഗം കൂടുന്നുണ്ട് 11:30 മണിക്ക്. ആ യോഗത്തിൽ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യും. അതുകൊണ്ട് ഓരോ വ്യക്തികൾ ഓരോ സ്ഥലത്ത് പോകുന്നു, ഓരോ കാര്യങ്ങൾ നിലപാടെടുക്കുന്നതിനെ കുറിച്ചൊന്നും മറുപടി പറയാൻ ഞാൻ കെ ആൻസലൻ എം എൽ എ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് നെയ്യാറ്റിൻകര MLA-ക്കെതിരെയാണ്. ഈ ഗൂഢാലോചന വെളിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. ഇന്ന് MM ഹസനും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ നെയ്യാറ്റിൻകര MLA ഇതിൽ പ്രവർത്തിച്ചു എന്നാണ്. പേരിന് പോലും നെയ്യാറ്റിൻകര MLA എന്ത് കാണിച്ചു കോവളം MLA-ക്കെതിരെ ഇക്കാര്യം പറയുവാൻ കഴിയുമോ? എന്തിനാണ് നെയ്യാറ്റിൻകര MLA-യുടെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ അതിനുള്ള മറുപടി ആൻസലൻ പറയും. എന്തായാലും കഴക്കൂട്ടം MLA-യുടെ പേര് ഇതിനകത്ത് വലിച്ചഴിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ആറ്റിക്കൽ MLA-യുടെ പേര് ഇതിനകത്ത് വലിച്ചഴിച്ചില്ലല്ലോ, MLA-യുടെ പേര് വലിച്ചഴിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ നെയ്യാറ്റിക്കര MLA-യുടെ പേര് വലിച്ചഴിച്ചതെന്ന് നെയ്യാറ്റിക്കര MLA-ക്കും അറിയാം, മാർക്സിസ്റ്റ് പാർട്ടിക്കും അറിയാം. അപ്പോ ഒന്നും ഒരു MLA-യുടെ പേര് അനാവശ്യമായിട്ട് വലിച്ചഴിക്കത്തില്ലോ. എത്രയോ MLA-മാർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരുവനന്തപുരത്തുണ്ട്, എത്രയോ നേതാക്കന്മാരുണ്ട്. എന്താ അവരുടെയൊക്കെ പേര് വലിച്ചഴിക്കാതെ ഈ MLA-യുടെ പേര് വലിച്ചഴിച്ചത്? അപ്പോ ആ MLA-യുടെ പേര് വലിച്ചഴിക്കണമെങ്കിൽ ഈ കേസുമായി ആ MLA-ക്ക് ചില ബന്ധങ്ങൾ ഉണ്ടെന്നുള്ളത് നെയ്യാറ്റിൻകരക്കാർക്കും അറിയാം, കോവളത്തുകാർക്കും തിരുവനന്തപുരം ജില്ലക്കാർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരയുടെ പരാതി ഉണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടികൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടുപോകുന്നത്. ഒരു കാരണവശാലും ശ്രീ വിൻസെന്റിനെ സംരക്ഷിക്കാനോ ഇരയെ തള്ളിപ്പറയാനോ ഒന്നും ഞങ്ങൾ ഒരിക്കലും തയ്യാറാകുന്നില്ല. പക്ഷേ ഇരയുടെ വീട്ടുകാർ പരസ്യമായി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിസാരവൽക്കരിക്കാനോ തള്ളിക്കളയാനോ കോൺഗ്രസ് പാർട്ടിക്കാവില്ല. കാരണം പറയുന്നത് ഇരയുടെ വീട്ടുകാരാണ്. അപ്പൊ ഇരയുടെ വീട്ടുകാരെ അവിശ്വസിക്കേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ ഇത് പറയുന്നത്, ഇരയുടെ വീട്ടുകാരാണ്. അവര് പറയുന്ന കാര്യങ്ങളുടെ വസ്തുതകൾ ഒരിക്കലും നിഷേധിക്കേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടിക്കില്ല. അതായത് പാർട്ടിയിലെ പദവിക്ക് ബാധകമാകുന്നുണ്ട് ധാർമ്മികത, പക്ഷേ ഇന്നത്തെ തീരുമാനത്തോടു കൂടി അത് പാർട്ടിയിലെ പദവിയിൽ മാത്രമാണെന്ന് കോൺഗ്രസ് അങ്ങ് ഉറപ്പിക്കുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് കോൺഗ്രസ് വിൻസെന്റ് MLA-ക്കെതിരെ എടുത്ത നടപടി അത് തൽക്കാലം മുഖം രക്ഷിക്കുവാനുള്ള ഒന്ന് മാത്രമല്ലേ? അല്ല, അത് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന് അടവുകൾ നടപടികൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും MLA സ്ഥാനം നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനമാനങ്ങളൊക്കെയും ഒഴിവാക്കുന്നു, അതിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയമായ ഒരു നീക്കമാണ്. കോൺഗ്രസ് ഇത് ഫൈറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം MLA-മാരുടെ എണ്ണം കുറവാണ്.
നിയമസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഒരു ശക്തമായ നിലപാടെടുക്കണമെങ്കിൽ, ഒരു നില സ്വീകരിക്കണമെങ്കിൽ MLA-മാരുടെ എണ്ണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നീട് BJP-ക്കെതിരെ ഇപ്പോൾ BJP ഒരു ശക്തമായ വരവ്, ഇപ്പം തൽക്കാലത്തേക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും BJP-ക്കെതിരെ ഒരു നിലപാടെടുക്കണമെങ്കിലും കോൺഗ്രസിനെ ശക്തമാക്കുന്ന ഘടകം എന്ന് പറയുന്നത് നിയമസഭയിലെ അവരുടെ ശക്തി കൂടി തന്നെയാണ്. അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമാണ്. പിന്നീട് ഈ കേസ് വിൻസെൻറ്റിനെതിരെയുള്ള കേസ് നിലനിൽക്കുന്നതല്ല എന്ന് വരുത്തണം. അതിന് അവർ പലതും കാര്യമായിട്ട് കൊണ്ടുവരും. ഇതൊരു ഓടുന്ന ഓട്ടത്തിനിടയ്ക്ക് ഒരു വലിയ അപകടം വന്ന് പറ്റുന്ന മാതിരിയാണ്. ഈ അപകടത്തിൽ നിന്ന് കരകയറണമെങ്കിൽ അവർക്ക് രാഷ്ട്രീയമായിട്ട് പല നടപടികളും. ഇക്കാര്യത്തിൽ ഈ അദ്ദേഹത്തിനെതിരെ വിൻസെന്റിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ എ ഗ്രൂപ്പിന് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. അത് പരസ്യമായ രഹസ്യം തന്നെയാണ്. കാരണം പാർട്ടി പദവികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് വിൻസെന്റ് കുറ്റം ചെയ്തത് സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്ന വാദമാണ് എ ഗ്രൂപ്പ് ഉയർത്തിയത്. പക്ഷേ അതിന് അംഗീകാരം കിട്ടിയില്ല പാർട്ടിയിൽ. അതുകൊണ്ട് ആന്റണി ഗ്രൂപ്പിൻ്റെ ഒരു ശക്തനായ വളർന്നു വരുന്ന ഇത് ശരിക്കും പറഞ്ഞ കോവളം അവർ ഇടതുപക്ഷ മുന്നണിയിലും തിരിച്ചു പിടിച്ചില്ലേ ഈ യുവാവിനെ വെച്ചിട്ട്. തന്നെയല്ല തിരുവനന്തപുരത്തെ യുവാക്കളുടെയൊക്കെ കോൺഗ്രസ് യുവാക്കളുടെ സമരമുഖത്ത് ഒരു പ്രധാനപ്പെട്ട മുഖമായിരുന്നു വിൻസെൻറ്റിൻ്റേത്. അങ്ങനെ ഒരാൾ കോവളത്ത് ജയിക്കുന്നു, MLA ആവുന്നു. തീർച്ചയായിട്ടും ആന്റണി പക്ഷത്തിന് അതൊരു മുതൽക്കൂട്ടാണ്. അങ്ങനെ ഒരാളെ പെട്ടെന്ന് കൈവിടാൻ ആന്റണി പക്ഷം തയ്യാറാകുന്നില്ല. ഇതൊരു വളരെ നിർണായകമായ ഒരു സമയമാണ് കോൺഗ്രസ്സിന്. അതിനകത്ത് ആന്റണി പക്ഷത്തിന് പ്രത്യേകമായ ഒരു സ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് ആന്റണി പക്ഷം അങ്ങനെ നിലപാട് സ്വീകരിക്കും. പക്ഷേ പോലീസിൻ്റെ കയ്യിൽ വിൻസെൻറ്റിനെതിരെ വ്യക്തമായ തെളിവുകളും വ്യക്തമായ പരാതികളും കയ്യിലുണ്ട്. അത് വെച്ച് പോലീസിന് ഇങ്ങനൊരു നടപടിയെ സ്വീകരിക്കാൻ കഴിയൂ. ഈ രണ്ട് ലൈനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇനി നടക്കാൻ പോകുന്നത്. പക്ഷേ വിൻസെന്റിന്റെ ബന്ധുക്കൾ പറയുന്നത് അങ്ങനെയല്ല. ഭാര്യ പറയുന്നത് ഇങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തുകയാണ് ചെയ്തത് ഈ പരാതി കൊടുത്തിരിക്കുന്ന വീട്ടമ്മ എന്നാണ്. മാത്രമല്ല ഈ വീട്ടമ്മയുടെ സഹോദരിയും വിൻസെന്റിന് അനുകൂലമായി തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുകൂടി കണ്ടുകൊണ്ടുള്ള നീക്കമല്ല ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. അങ്ങനെയെങ്കിൽ അതുകൂടി മുന്നിൽ കണ്ടപ്പോൾ ഈ പാർട്ടി പദവിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയത് അബദ്ധമായി എന്ന തോന്നൽ പോലും പാർട്ടിക്കുണ്ടാവും. ചിലർക്കുണ്ടാവും, പാർട്ടിക്കുണ്ടാവും എന്നല്ല, അതിനകത്ത് ചിലർക്കുണ്ടാവും. ഇതിൽ പോലും കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ചേരിതിരിവ്, പഴയ ആന്റണി പക്ഷവും ഐ പക്ഷവും തമ്മിലൊരു ചേരിതിരിവ് ഉണ്ടായിക്കൂടുന്നില്ലല്ലോ എന്നൊരു ചിന്താഗതി എനിക്കുണ്ട്. വിൻസെന്റിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്നവരുടെ കൂട്ടത്തിൽ ഐ ഗ്രൂപ്പ് നേതാക്കളെ കാണാനില്ല. ആന്റണി പക്ഷവും മുരളീധരൻ പൂർണ്ണാത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും ഐ ഗ്രൂപ്പിൽ എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ മുരളിയുടെ രമേശിന്റെ നിലപാടില്ല, ഐ ഗ്രൂപ്പിന്റെ നിലപാടുമല്ല. മുരളീധരൻ ഇവിടെ വന്നതിനകത്ത് വേറെ ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. കെ മുരളീധരൻ ഇന്ന് ജയിലിൽ പോയി വിൻസെന്റിനെ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പോയി ഭാര്യയെ ആശ്വസിപ്പിച്ചു, അവരുടെ കൂടെ നിൽക്കാമെന്ന് ഉറപ്പ് കൊടുത്തു. തീർച്ചയായിട്ടും മുരളീധരൻ കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. അതെനിക്ക് തോന്നുന്നു ആന്റണി പക്ഷത്തിൻ്റെ സന്ദേശം തന്നെയാണ്. ശ്രീ ആൻസലൻ, താങ്കൾക്കെതിരെയാണ് കോൺഗ്രസ് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത്. താങ്കളുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് വിൻസെന്റിനെ റിമാൻഡ് ചെയ്യിക്കാൻ കാരണമായതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നെയ്യാറ്റിൻകര MLA നടത്തിയ ഗൂഢാലോചന. ഇന്ന് MM ഹസൻ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത് ഈ രാഷ്ട്രീയ ഗൂഢാലോചനയെ കുറിച്ചാണ്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പരസ്യമായി എന്താണ് താങ്കൾ നടത്തിയ ഗൂഢാലോചന എന്ന് പറഞ്ഞില്ലെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പല ഘട്ടങ്ങളിലും പറയുന്നത് പരാതിക്കാരിയായ വീട്ടമ്മയെ ഈ പരാതി കൊടുക്കുവാൻ പ്രേരിപ്പിച്ചത് പോലും ആൻസലൻ MLA ആണ് എന്നാണ്. എന്താണ് മറുപടി? ഇത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും കള്ളപ്രചാരവേല നടത്തുകയും എന്നുള്ള കോൺഗ്രസിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. KPCC പ്രസിഡന്റ് പോലൊരാൾ ആ തീരുമാനം പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു MLAക്കെതിരായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ വിൻസെന്റ് MLA എന്ന് പറയുന്നത് എൻ്റെ തൊട്ടടുത്ത മണ്ഡലത്തിലുള്ളതാണ്. അദ്ദേഹം MLA ആകുന്നതിന് മുമ്പ് തന്നെ 10-20 വർഷക്കാലത്ത് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പരിചയവും സുഹൃത്ത് ബന്ധവും ഉണ്ട്. അത്തരത്തിലുള്ള ഒരാൾ ഏതെങ്കിലും ഒരു അപകടത്തിൽ പെടുത്താൻ വേണ്ടിയോ അത്തരമൊരാളിനെ അപകടത്തിൽ ചാടിക്കുന്നതിന് വേണ്ടിയുള്ള ഏതൊരു നിലപാടും എടുക്കാൻ കഴിയില്ല. രാഷ്ട്രീയമായ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലും അദ്ദേഹത്തെ അങ്ങനെ ചെന്ന് നിലംപതിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് ആശുപത്രിയിൽ ഞാൻ ചെന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളാണ്. ആശുപത്രി എന്ന് പറയുന്നത് എൻ്റെ മണ്ഡലത്തിൽ ഞാൻ താമസിക്കുന്നതിൻ്റെ വളരെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഞാനൊരു 3 മണിയോടുകൂടിയാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. അതുവരെ തിരുവനന്തപുരം നഗരത്തിലാണുള്ളത്. സെക്രട്ടേറിയറ്റിൽ 1-2 ആവശ്യങ്ങൾ കഴിഞ്ഞ് 2 മണിക്ക് ശേഷം തിരിച്ച് 3 മണി എടുപ്പിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നത് തന്നെ
ഹോസ്പിറ്റലിൽ ഒരു കുട്ടി വളരെ സീരിയസ് ആയിട്ട് ഡെങ്കു ബാധിച്ച് കിടക്കുന്ന കുട്ടിയെ 2 ദിവസം കൊണ്ട് നോക്കാൻ പോകാൻ കഴിയാത്തത് കൊണ്ട് ഇന്നിപ്പോൾ നോക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ PAയുമായിട്ട് വരുമ്പോഴാണ് ഈ സംഭവങ്ങൾ ശ്രദ്ധയപ്പെടുന്നത്. ഞാൻ നേരെ ഈ സംഭവം നടക്കുന്നിടത്തേക്ക് പോവുകയാണ്. ഈ ഇര എന്ന് പറയുന്ന സ്ത്രീയെ ഈ നിമിഷം വരെ എനിക്കറിഞ്ഞൂടെ അവർക്ക് എന്നെ അറിയാവുന്ന